വാട്ടർ വേപ്പർ പുറത്തോട്ട് എസ്കേപ്പ് ആയി പോകുന്നുണ്ടോ? ഇല്ല, നമ്മൾ അടപ്പ് വെച്ചിട്ട് അടച്ചു വെച്ചേക്കുകയാണ് അല്ലെ. അപ്പൊ അത് നീരാവിയായി കണ്ടൻസ് ചെയ്ത് വീണ്ടും അതിൻ്റെ ഉള്ളിലേക്ക് തന്നെയാണ് വരുന്നത്. അപ്പൊ ആ മാറ്ററിന് പുറത്തേക്ക് പോകാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ ക്ലോസ്ഡ് സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്താണ്? മാറ്റർ എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല, പക്ഷെ എനർജി എക്സ്ചേഞ്ച് ചെയ്യും. ഇനിഷ്യൽ സ്റ്റേറ്റ് ചെയ്ത് ഫൈനൽ സ്റ്റേറ്റ് ചെയ്ത്. അതിനാണ് തെർമോഡൈനാമിക്സിൽ പ്രസക്തിയുള്ളത് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഉള്ളത്. അത് എങ്ങനെ ആ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റിലെത്തി, എത്രമാത്രം തെർമൽ റിയാക്ഷൻ അവിടെ നടന്നു, അല്ലെ തെർമൽ ചേഞ്ച് അവിടെ ഉണ്ടായി, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ തെർമോഡൈനാമിക്സിൽ കൂടുതലായിട്ടും ഡീൽ ചെയ്യുന്നില്ല. ഹായ് ഓൾ, ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്ന ചാപ്റ്റർ നമ്മുടെ തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള യൂണിറ്റ് ആണ്. അത്യാവശ്യം പ്രോബ്ലംസും കൺസെപ്ച്വലി ഉള്ള കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്ന ഒരു ചാപ്റ്ററാണ് തെർമോഡൈനാമിക്സ്. കുറച്ചധികം ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സ് പോലെ അത്ര ഭയങ്കരമായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടുള്ള തരത്തിലുള്ള ഒത്തിരി ഇക്വേഷൻസ് ഒന്നും ഇല്ല. നമ്മൾ ഒരു +1 +2 തൊട്ടിട്ടേ തെർമോഡൈനാമിക്സ് പഠിച്ചു തുടങ്ങിയതാണ്. സോ അന്ന് തൊട്ടിട്ടേ നമ്മൾ പഠിച്ചു വന്ന നമുക്ക് പരിചിതമായിട്ടുള്ള കുറച്ച് ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അത്യാവശ്യം കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുകയും ഇക്വേഷൻസ് എല്ലാം അത്യാവശ്യം ക്ലിയർ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ പ്രശ്നമില്ലാണ്ട് ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ് കേട്ടോ തെർമോഡൈനാമിക്സ്. പിന്നെ ഒരു കാര്യം, നിങ്ങൾ പ്രോബ്ലംസ് ഒക്കെ പരമാവധി വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചോണം. പിന്നെ പ്രോബ്ലംസ് മാത്രമല്ല, കൺസെപ്ച്വലി ഉള്ള കാര്യങ്ങളും തെർമോഡൈനാമിക്സിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. സോ നമ്മൾ പഠിച്ചു വരുന്ന സമയത്ത് പ്രധാനമായിട്ടുള്ള പോയിന്റ്സ് ഞാൻ ഇമ്പോർട്ടൻസ് ഉള്ളതും മുന്നേ പരീക്ഷകൾക്ക് ക്വസ്റ്റ്യൻസ് സാധാരണ വരുന്നതുമായിട്ടുള്ള ഏരിയാസ് ഒന്ന് എടുത്തു പറയാം. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തെർമോഡൈനാമിക്സ് എന്താണ്, എങ്ങനെയാണ് ഈ ഒരു തെർമോഡൈനാമിക്സിൻ്റെ ആ ഒരു ശാഖയുടെ ഇൻവോൾവ്മെന്റ് വന്നത്, അതിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് മെയിൻലി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെന്നുള്ള ഒരു ഇൻട്രൊഡക്ഷൻ സെക്ഷൻ ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. Thermodynamics deals with the concept of heat and temperature and the interconversions of heat and other forms of energy. അല്ലെ, മെയിൻലി ഹീറ്റ്, ടെമ്പറേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ തെർമോഡൈനാമിക്സിനകത്ത് സ്റ്റഡി ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇപ്പം ഹീറ്റിനെ അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് എനർജി ഫോംസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതുമായിട്ടൊക്കെയുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതലും നമ്മൾ തെർമോഡൈനാമിക്സ് റിലേറ്റഡ് ആയിട്ട് സ്റ്റഡി ചെയ്യുന്നത്. ഇൻ സ്പെസിഫിക് ഇറ്റ് എക്സ്പ്ലെയിൻസ് ഹൗ ദി തെർമൽ എനർജി ഈസ് കൺവേർട്ടഡ് ടു ഓർ ഫോം അതർ ഫോംസ് ഓഫ് എനർജി ആൻഡ് ഹൗ മാറ്റർ ഈസ് ഇഫക്റ്റഡ് ബൈ ദിസ് പ്രോസസ്. ഓക്കെ, അപ്പം എങ്ങനെ തെർമൽ എനർജി അല്ലെങ്കിൽ ഹീറ്റ് എനർജി മറ്റ് എനർജി ഫോംസിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് ഒരു മാറ്ററിൽ ഉണ്ടാവുന്ന ചേഞ്ചസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് യൂഷ്വലി, അതായത് മെയിൻലി ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഹീറ്റ് അസോസിയേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ തെർമോഡൈനാമിക്സിനകത്ത് മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത്. തെർമോഡൈനാമിക് ഈസ് എ മാക്രോസ്കോപ്പിക് സയൻസ് കേട്ടോ. മാക്രോസ്കോപ്പിക് സയൻസ് ആണ്, മൈക്രോസ്കോപ്പിക് അല്ല, മാക്രോസ്കോപ്പിക് സയൻസ് ആണ്. തെർമോഡൈനാമിക്സ് ഈസ് നോട്ട് കൺസേൺഡ് വിത്ത് ഹൗ and what rate these energy transformations are carried out. It is based on the initial and final state undergoing the change. അപ്പം പിന്നെ തെർമോഡൈനാമിക്സിൽ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ ഹീറ്റ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു റിയാക്ഷൻസുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഹീറ്റ് ചേഞ്ച്, ടെമ്പറേച്ചർ ചേഞ്ച്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ തെർമോഡൈനാമിക്സിൽ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പോലും നമ്മളിപ്പോൾ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റിൽ ഒരു തെർമൽ ചേഞ്ച്, ഒരു സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്തു, അവിടെ ഒരു തെർമൽ ചേഞ്ച് സംഭവിച്ചു, തെർമൽ ചേഞ്ച് നടന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ തെർമോഡൈനാമിക്കൽ സ്റ്റഡീസ് നടത്തുന്ന സമയത്ത് നമ്മൾ അവരുടെ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ്സിന് മാത്രമേ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുള്ളൂ. അതെങ്ങനെ ആ ഒരു തെർമൽ ചേഞ്ച് അറ്റൈൻ ചെയ്തു, എന്തുമാത്രം തെർമൽ ചേഞ്ച് അവിടെ സംഭവിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും തെർമോഡൈനാമിക്സിൽ പ്രസക്തിയില്ല. ഓക്കെ, ഇനിഷ്യൽ സ്റ്റേറ്റ് ചെയ്ത് ഫൈനൽ സ്റ്റേറ്റ് ചെയ്ത്, അതിനാണ് തെർമോഡൈനാമിക്സിൽ പ്രസക്തിയുള്ളത് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഉള്ളത്. അത് എങ്ങനെ ആ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റിലെത്തി, എത്രമാത്രം തെർമൽ റിയാക്ഷൻ അവിടെ നടന്നു, അല്ലെ തെർമൽ ചേഞ്ച് അവിടെ ഉണ്ടായി, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ തെർമോഡൈനാമിക്സിൽ കൂടുതലായിട്ടും ഡീൽ ചെയ്യുന്നില്ല. അതാണ് പറഞ്ഞത്, തെർമോഡൈനാമിക്സ് ഈസ് നോട്ട് കൺസേൺ വിത്ത് ഹൗ ആൻഡ് വാട്ട് റേറ്റ് ദീസ് എനർജി ട്രാൻസ്ഫോർമേഷൻസ് ആർ ക്യാരിഡ് ഔട്ട് ആൻഡ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി ഇനിഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ് അണ്ടർഗോയിങ് ദി ചേഞ്ച്. ഓക്കെ,
So thermodynamics are mainly classified into 4 branches: classical thermodynamics, statistical thermodynamics, chemical thermodynamics and equilibrium thermodynamics. Thermodynamics എന്ന് പറയുമ്പം അതൊരു സിംഗിൾ ബ്രാഞ്ച് അല്ല ആക്ച്വലി. തെർമോഡൈനാമിക്സ് എന്ന് പറയുമ്പോൾ അതിനെ ഫേർദർ നമ്മൾ പല ഏരിയാസ് അല്ലെങ്കിൽ പല ബ്രാഞ്ചസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് വരുന്നതാണ് ക്ലാസിക്കൽ തെർമോഡൈനാമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സ്, ഇക്വിലിബ്രിയം തെർമോഡൈനാമിക്സ് ആൻഡ് കെമിക്കൽ തെർമോഡൈനാമിക്സ്. ഓക്കെ, അപ്പോൾ അതിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇക്വിലിബ്രിയം തെർമോഡൈനാമിക്സ് ഒക്കെ നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ള ഏരിയയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ക്ലാസിക്കൽ തെർമോഡൈനാമിക്സിൽ ദ ബിഹേവിയർ ഓഫ് മാറ്റർ ഈസ് അനലൈസ്ഡ് വിത്ത് ദി മാക്രോസ്കോപ്പിക് അപ്രോച്ച്. നമ്മൾ യൂഷ്വലി മാറ്ററിന്റെ ബിഹേവിയർ, മാറ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് യൂഷ്വലി നമ്മൾ ക്ലാസിക്കൽ തെർമോഡൈനാമിക്സിൽ സ്റ്റഡി ചെയ്യുന്നത്. അതും മാക്രോസ്കോപ്പിക് അപ്രോച്ച് ആണ്. മൈക്രോസ്കോപ്പിക് ലെവലിലുള്ള സ്റ്റഡി അല്ല, മാക്രോസ്കോപ്പിക് ലെവലിലുള്ള സ്റ്റഡീസ് ആണ്, മാറ്റർ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡീസ് ആണ് നമ്മൾ ക്ലാസിക്കൽ തെർമോഡൈനാമിക്സിൽ പ്രധാനമായിട്ടും ഡീൽ ചെയ്യുന്നത്. ദെൻ സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സിലേക്ക് വരുമ്പോഴത്തേന് ദ പ്രോപ്പർട്ടീസ് ഓഫ് every molecule and how they interact are taken into consideration to categorize the behavior of a group of molecule. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സിലേക്ക് വരുമ്പോഴത്തേന് നമ്മളൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ അപ്രോച്ച് ആണ് അവിടെ യൂസ് ചെയ്തത് അല്ലേ. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ആളുകളെ കൺസിഡർ ചെയ്തിട്ട് അതിൽ നിന്നും ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ പ്രോപ്പർട്ടി ഇന്നതായിരിക്കും എന്ന് അസ്യൂം ചെയ്യുന്ന രീതി അല്ലെ, അങ്ങനെ കണ്ടെത്തുന്ന രീതിയാണ് നമ്മൾ പ്രധാനമായിട്ടും സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സിനകത്ത് സ്വീകരിച്ചിട്ടുള്ളത്. ഓക്കെ, അതാണ് പറഞ്ഞിട്ടുള്ളത് ദ പ്രോപ്പർട്ടീസ് ഓഫ് എവറി മോളിക്യൂൾ ആൻഡ് ഹൗ ദേ ഇന്ററാക്ട് ആർ ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ ടു കാറ്റഗറൈസ് ദ ബിഹേവിയർ ഓഫ് എ ഗ്രൂപ്പ് ഓഫ് മോളിക്യൂൾസ്. നമ്മൾ ഇൻഡിവിജ്വൽ മോളിക്യൂൾസ് അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് കാര്യങ്ങൾ സ്റ്റഡി ചെയ്തിട്ട് അതിൻ്റെ ബേസിസിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ കേസിൽ ഇങ്ങനെയായിരിക്കും, അതായത് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അപ്രോച്ച്, അതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സിനകത്ത് പ്രധാനമായിട്ടും ഡീൽ ചെയ്യുന്നത്. ദെൻ കെമിക്കൽ തെർമോഡൈനാമിക്സിലേക്ക് വരുമ്പോഴത്തേനാണ് നമ്മുടെ വർക്ക്, ഹീറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, വർക്ക് ഹീറ്റ് എങ്ങനെ പരസ്പരം റിലേറ്റ് ചെയ്തിട്ടുണ്ട്, കെമിക്കൽ റിയാക്ഷൻസ് അതുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ യൂഷ്വലി കെമിക്കൽ തെർമോഡൈനാമിക്സിനകത്താണ് സ്റ്റഡി ചെയ്യുന്നത്. ആൻഡ് ഇക്വിലിബ്രിയം തെർമോഡൈനാമിക്സിലേക്ക് വരുമ്പോൾ ട്രാൻസ്ഫോർമേഷൻസ് ഓഫ് എനർജി ആൻഡ് മാറ്റർ അറ്റ് ദ സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം, ഇക്വിലിബ്രിയവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇക്വിലിബ്രിയം അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അവരുടെ ട്രാൻസ്ഫോർമേഷൻസ്, അവരുടെ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്ന കണ്ടീഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇക്വിലിബ്രിയം തെർമോഡൈനാമിക്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതൊന്നും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളല്ല, ജസ്റ്റ് ബേസിക് ആയിട്ടൊന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ക്ലാസിക്കൽ തെർമോഡൈനാമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സ്, കെമിക്കൽ തെർമോഡൈനാമിക്സ്, ഇക്വിലിബ്രിയം തെർമോഡൈനാമിക്സ്, ഇങ്ങനെ ഡിഫറെൻറ്റ് ബ്രാഞ്ചസ്. ഈ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ഒരു സിംഗിൾ കൺസെപ്റ്റിന് തന്നെ ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ തെർമോഡൈനാമിക്സ് നമ്മുടെ ചാപ്റ്ററിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ ചാപ്റ്ററിലോട്ട് കിടക്കുമ്പോഴത്തേന് നമ്മൾ ജസ്റ്റ് സിലബസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യുക എന്നുള്ളതല്ല, ഒരു ബേസ് ലെവലിലുള്ള കാര്യങ്ങൾ തൊട്ടിട്ട് പഠിച്ചു തുടങ്ങാം. ഓക്കെ, ഇപ്പം ടച്ച് വിട്ടുപോയിട്ടുള്ള അല്ലെങ്കിൽ വർഷങ്ങളോളം സബ്ജക്റ്റായിട്ട് യാതൊരു ടച്ച് ഇല്ലാണ്ടിരുന്നിട്ട് ഇപ്പോൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളവർ, അങ്ങനെ പല മോഡ് ഓഫ് ആളുകൾ ഉണ്ടാവും. അപ്പം എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു ബേസ് ലെവലിൽ നിന്നുള്ള കാര്യങ്ങൾ തൊട്ടിട്ടേ പറഞ്ഞു തുടങ്ങുന്നതായിരിക്കും എല്ലാവർക്കും കുറച്ചുകൂടെ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ബേസ് ലെവലിൽ നിന്നുള്ള കാര്യങ്ങൾ തന്നെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം. അതായത് നമ്മളൊരു +1 +2 നമ്മൾ ഇനിഷ്യലി തെർമോഡൈനാമിക്സ് പഠിച്ചു തുടങ്ങുന്ന സമയത്ത് നമ്മൾ ബേസ് ലെവലിൽ എന്താണോ പഠിച്ചു തുടങ്ങുന്നത് അവിടെ നിന്നിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്തു പോവാം. ഓക്കെ, അപ്പോൾ തെർമോഡൈനാമിക്സ് നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ട കുറച്ച് ടേംസ് ആണ് സിസ്റ്റം, സറൗണ്ടിങ്സ് ആൻഡ് ബൗണ്ടറി. ഓക്കെ, എന്താണ് സിസ്റ്റം, എന്താണ് സറൗണ്ടിങ്സ്, എന്താണ് ബൗണ്ടറി. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ഇവരെന്നുള്ളതൊന്ന് പരിചയപ്പെടാം. നോക്കുക, എ തെർമോഡൈനാമിക് സിസ്റ്റം ഈസ് എ സ്പെസിഫിക് പോർഷൻ ഓഫ് മാറ്റർ with a definite boundary, and a system is defined as that part of the universe under the thermodynamic study which is separated from the rest of the universe with a bounding surface. അപ്പോൾ നോക്കിക്കേ, ഞാൻ ഇപ്പോൾ ഒരു ഗ്ലാസ് എടുത്തു അല്ലെ, ഒരു ടംബ്ലർ എടുത്തു, അതിൻ്റെ അകത്ത് ഞാനൊരു റിയാക്ഷൻ നടത്തുകയാണ്. ഓക്കെ, ഒരു റിയാക്ഷൻ ഞാൻ നടത്തുകയാണ്. അപ്പം ആ റിയാക്ഷൻ നടക്കുന്ന ആ ഒരു ടംബ്ലർ ഉണ്ടല്ലോ, ആ ടംബ്ലറാണ് എൻ്റെ സിസ്റ്റം. ഓക്കെ, എവിടെയാണോ എൻ്റെ റിയാക്ഷൻ നടക്കുന്നത് അതാണ് നമ്മുടെ സിസ്റ്റം. ഇപ്പം ഞാൻ ടംബ്ലറിനകത്താണ് റിയാക്ഷൻ നടത്തുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ടംബ്ലറാണ് എൻ്റെ സിസ്റ്റം. ആ സിസ്റ്റം വെളിയിലുള്ള സറൗണ്ടിങ്സിലേക്ക് ആ ടംബ്ലറിൻ്റെ ഗ്ലാസ് വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പം ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു ബൗണ്ടറിയാണ്. ആ സിസ്റ്റം, എൻ്റെ സിസ്റ്റത്തിനെയും അതിൻ്റെ വെളിയിലുള്ള സറൗണ്ടിങ്സിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ബൗണ്ടറിയാണ് ആക്ച്വലി അവിടുത്തെ ഗ്ലാസ് അല്ലേ.
അപ്പം സിസ്റ്റത്തിനെ സറൗണ്ടിങ്സിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ബൗണ്ടറി ഉണ്ട്. ഇനി സിസ്റ്റം ഒഴികെ ചുറ്റുമുള്ള ബാക്കി കംപ്ലീറ്റ് ഏരിയനെയാണ് നമ്മൾ സറൗണ്ടിങ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ടംബ്ലറിലാണ് റിയാക്ഷൻ നടക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് ചുറ്റുമുള്ള ഫുൾ എൻവയോൺമെന്റിനെയാണ് നമ്മൾ സറൗണ്ടിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എവിടെയാണോ റിയാക്ഷൻ നടക്കുന്നത് അതാണ് സിസ്റ്റം. സിസ്റ്റത്തിനെ സറൗണ്ടിങ്സിൽ നിന്നും വേർതിരിച്ചിരിക്കുന്ന ആ ഒരു കൺസെപ്റ്റ് ആണ് ബൗണ്ടറി. ആൻഡ് സിസ്റ്റത്തിന് ചുറ്റുമുള്ള ബാക്കി കംപ്ലീറ്റ് ഏരിയനെ നമ്മൾ സറൗണ്ടിങ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കുക, എ സിസ്റ്റം മേ കൺസിസ്റ്റ് ഓഫ് വൺ ഓർ മോർ സബ്സ്റ്റൻസസ് ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദി യൂണിവേഴ്സ് ഈസ് കോൾഡ് സറൗണ്ടിങ്സ്. അപ്പൊ എവിടെയാണോ ഒരു റിയാക്ഷൻ നടക്കുന്നത്, ഏതാണോ നമ്മുടെ സിസ്റ്റം, അതിന് ചുറ്റുമുള്ള കംപ്ലീറ്റ് യൂണിവേഴ്സിനെ നമ്മൾ സറൗണ്ടിങ്സ് എന്നാണ് പറയുന്നത്. ആൻഡ് ആ സിസ്റ്റത്തിനെയും സറൗണ്ടിങ്സിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് ബൗണ്ടറി. ഓക്കെ, ഇനി the real or imaginary surface separating the system from the surroundings is called the boundary. ബൗണ്ടറിയുടെ ഡെഫിനേഷൻ വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ സിസ്റ്റത്തിനെയും സറൗണ്ടിങ്സിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന റിയൽ അല്ലെങ്കിൽ ഇമാജിനറി സിസ്റ്റത്തിനെയാണ്, അല്ലെങ്കിൽ റിയൽ അല്ലെങ്കിൽ ഇമാജിനറി സർഫസിനെയാണ് നമ്മൾ യൂഷ്വലി ബൗണ്ടറീസ് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ടംബ്ലറിലാണ് നമ്മുടെ റിയാക്ഷൻ നടക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ടംബ്ലറിന്റെ ആ ഒരു ഗ്ലാസ് സർഫസ് ഉണ്ടല്ലോ, അതാണ് നമ്മുടെ ബൗണ്ടറി. ആക്ച്വലി സറൗണ്ടിങ്സിനെയും ആ സിസ്റ്റത്തിനെയും നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു ഗ്ലാസ് സർഫസ് ആണ്, അതാണ് നമ്മുടെ ബൗണ്ടറി ആക്ച്വലി. The boundary walls of a system may be of two types. The wall may allow transmission of heat through them into or out of the system, and such walls are called diathermal walls. On the other hand, the system may be enclosed by the boundary walls which would not permit any heat to enter the system or to come out of the system. Such walls are called adiabatic walls. ഇനി ബൗണ്ടറി നമ്മൾ പറഞ്ഞു, സിസ്റ്റത്തിനെയും സറൗണ്ടിങ്സിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന റിയൽ അല്ലെങ്കിൽ ഇമാജിനറി സർഫസ് ആണ് ബൗണ്ടറീസ്. ബൗണ്ടറീസ് രണ്ട് ടൈപ്പ് ഓഫ് ബൗണ്ടറീസ് ഉണ്ട്. ഡയതേർമൽ വോൾസും ഉണ്ട്, അഡാബറ്റിക് വോൾസും ഉണ്ട്. അല്ലെങ്കിൽ ഡയതേർമൽ ബൗണ്ടറീസും ഉണ്ട്, അഡാബറ്റിക് ബൗണ്ടറീസും ഉണ്ട്. ഡയതേർമൽ ബൗണ്ടറീസ് പറഞ്ഞാൽ അവർ സിസ്റ്റം സറൗണ്ടിങ്ങും തമ്മിൽ ഹീറ്റിനെ എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതായത് സിസ്റ്റത്തിൽ നിന്ന് സറൗണ്ടിങ്സിലോട്ട് പുറത്തേക്കും ഹീറ്റിനെ വിടും, അതേപോലെ സറൗണ്ടിങ്സിൽ നിന്നും ഉള്ളിലേക്ക് സിസ്റ്റത്തിലേക്കും ഹീറ്റിനെ കടത്തിവിടും. അങ്ങനെയുള്ള വോൾസ് അല്ലെങ്കിൽ ബൗണ്ടറീസിനെയാണ് നമ്മൾ ഡയതേർമൽ വോൾസ് എന്ന് വിളിക്കുന്നത്. എന്നാൽ ചില പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് വോൾസ് സിസ്റ്റത്തിൽ നിന്ന് ഹീറ്റിനെ പുറത്തേക്കോ സറൗണ്ടിങ്സിൽ നിന്ന് ഹീറ്റിനെ ഉള്ളിലേക്കോ കടത്തിവിടത്തില്ല. അങ്ങനെയുള്ള ബൗണ്ടറീസിനെയാണ് നമ്മൾ അഡാബറ്റിക് വോൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഡയതേർമൽ വോൾസ് ആൻഡ് അഡാബറ്റിക് വോൾസ് മനസ്സിലായോ? ക്ലിയർ ആണോ? അപ്പൊ എന്താണ് ഡയതേർമൽ വോൾസ്, എന്താണ് അഡാബറ്റിക് വോൾസ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? സിസ്റ്റം പറഞ്ഞു, സറൗണ്ടിങ്സ് പറഞ്ഞു, ബൗണ്ടറി പറഞ്ഞു. ബൗണ്ടറിയിൽ തന്നെ രണ്ട് ടൈപ്പ് ഓഫ് ബൗണ്ടറീസ് പറഞ്ഞു അല്ലെ? ഡയതേർമൽ വോൾസ് പറഞ്ഞു, അഡാബറ്റിക് വോൾസ് പറഞ്ഞു. ക്ലിയർ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ? നോക്കുക, ടൈപ്സ് ഓഫ് സിസ്റ്റംസ്. അടുത്ത നമ്മൾ വ്യത്യസ്ത തരത്തിലുള്ള സിസ്റ്റംസിനെയാണ് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഓപ്പൺ സിസ്റ്റം ഉണ്ട്, ക്ലോസ്ഡ് സിസ്റ്റം ഉണ്ട്, ഐസൊലേറ്റഡ് സിസ്റ്റം ഉണ്ട് അല്ലേ? ഇതൊക്കെ നമ്മൾ +1 +2 പഠിക്കുന്ന ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ സിസ്റ്റംസിനെ നമുക്ക് പ്രധാനമായിട്ടും മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓപ്പൺ സിസ്റ്റം എന്നും ക്ലോസ്ഡ് സിസ്റ്റം എന്നും ഐസോതെർമൽ സിസ്റ്റംസ് എന്നും ഡിവൈഡ് ചെയ്യാം. അതിൽ ഓപ്പൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഞാനിപ്പം അടുപ്പിൽ വെള്ളം തിളപ്പിക്കുകയാണ്. വെള്ളം ഞാൻ തുറന്നു വെച്ചിട്ട് തിളപ്പിക്കുകയാണ്. ഓക്കെ, വെള്ളം തുറന്നു വെച്ചിട്ട് തിളപ്പിക്കുന്ന സമയത്ത് പുറത്തോട്ട് ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. നമ്മൾ പാത്രത്തിൽ ചെന്ന് തൊട്ട് കഴിഞ്ഞാൽ ഹീറ്റ് അനുഭവപ്പെടുന്നുണ്ട് അല്ലേ? അപ്പോൾ എന്ത് സംഭവിക്കുക? അവിടെ ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് പാത്രത്തിൽ തൊട്ടപ്പോൾ എനിക്ക് പൊള്ളിയത് അല്ലേ? അപ്പം ഹീറ്റ് അല്ലെങ്കിൽ എനർജിയുടെ എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട് ഓപ്പൺ സിസ്റ്റത്തിൽ. ഇനി വെള്ളം തിളയ്ക്കുമ്പോഴത്തേന് അവരെന്ത് ചെയ്യുന്നു? വാട്ടർ വേപ്പർ ആയിട്ട് എസ്കേപ്പ് ആയിട്ട് പോകുന്നുണ്ട് അല്ലേ? അതായത് വാട്ടർ വേപ്പർ എന്ന് പറഞ്ഞാൽ മാറ്റർ ആണ്, മാറ്ററും അവിടെ എസ്കേപ്പ് ആവുന്നുണ്ട് അല്ലേ? ഓപ്പൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അപ്പോൾ എക്സാമ്പിൾ ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. വെള്ളം തുറന്നു വെച്ച് നമ്മൾ തിളപ്പിക്കുന്നു. അപ്പോൾ തിളപ്പിക്കുന്ന സമയത്ത് അവിടെ ഹീറ്റും എക്സ്ചേഞ്ച് ആവുന്നുണ്ട്, അതുകൊണ്ടാണ് പാത്രം ചൂടായത്. അതേപോലെ തന്നെ മാറ്റർ എക്സ്ചേഞ്ച് ആവുന്നുണ്ട്, അതുകൊണ്ടാണ് വാട്ടർ വേപ്പർ ആയിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആയി പോയത് അല്ലേ? അപ്പോൾ ഓപ്പൺ സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്താണ്? ഹീറ്റ് അല്ലെങ്കിൽ എനർജിയും മാറ്ററും എക്സ്ചേഞ്ച് ആവുന്ന സിസ്റ്റത്തിനെ, അല്ലെങ്കിൽ എനർജിയുടെയും മാറ്ററിന്റെയും എക്സ്ചേഞ്ച് ഒരു സിസ്റ്റത്തിൽ നടക്കുന്നു എങ്കിൽ അങ്ങനെയുള്ള സിസ്റ്റംസിനെയാണ് നമ്മൾ ഓപ്പൺ സിസ്റ്റംസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ക്ലോസ്ഡ് സിസ്റ്റം? നമ്മൾ ഇതേപോലെ തന്നെ വെള്ളം ചൂടാക്കി തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ, പക്ഷേ ഒരു പാത്രം വെച്ച് അടച്ചു വെച്ചിട്ടാണ് തിളപ്പിക്കുന്നത്. ഓക്കെ, അത് ക്ലോസ്ഡ് സിസ്റ്റത്തിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാം. അപ്പൊ അവിടെ നോക്കിക്കേ, നിങ്ങൾ
വെള്ളം തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ പാത്രത്തിൽ തൊട്ടാൽ പാത്രം നല്ല ചൂടാവുന്നുണ്ട് അല്ലേ? അപ്പോൾ അവിടെ ഹീറ്റ് എക്സ്ചേഞ്ച് ഇപ്പോഴും നടക്കുന്നുണ്ട്, അതായത് എനർജിയുടെ എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട് ക്ലോസ്ഡ് സിസ്റ്റത്തിലും. പക്ഷേ വാട്ടർ വേപ്പർ പുറത്തോട്ട് എസ്കേപ്പ് ആയി പോകുന്നുണ്ടോ? ഇല്ല. നമ്മൾ അടപ്പ് വെച്ചിട്ട് അടച്ചു വെച്ചേക്കുകയാണ് അല്ലേ? അപ്പൊ അത് നീരാവിയായി കണ്ടൻസ് ചെയ്ത് വീണ്ടും അതിൻ്റെ ഉള്ളിലേക്ക് തന്നെയാണ് വരുന്നത്. അപ്പൊ ആ മാറ്ററിന് പുറത്തേക്ക് പോകാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ ക്ലോസ്ഡ് സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്താണ്? മാറ്റർ എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല, പക്ഷെ എനർജി എക്സ്ചേഞ്ച് ചെയ്യുന്നു. അങ്ങനെയുള്ള സിസ്റ്റംസിനെയാണ് നമ്മൾ ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി ഐസൊലേറ്റഡ് സിസ്റ്റം എന്താണ്? നമ്മൾ ഫ്ലാസ്ക് എടുത്ത് ഫ്ലാസ്കിനകത്ത് നല്ല ചൂടുവെള്ളം അടച്ചു വെച്ചു. ഓക്കെ, എന്നിട്ട് നമ്മൾ ഫ്ലാസ്കിൽ തൊട്ട് നോക്കി, നമുക്ക് എന്തെങ്കിലും ചൂട് അനുഭവപ്പെടുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അവിടെ ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എനർജി എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി ഇത് നല്ല ക്ലോസ് ആക്കി വെച്ചേക്കാണ്. അപ്പം വാട്ടർ വേപ്പറോ വല്ലതും വെളിയിലോട്ട് എസ്കേപ്പ് ആയി പോകുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ മാറ്റർ എസ്കേപ്പ് ആവുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഐസൊലേറ്റഡ് സിസ്റ്റത്തിന്റെ പ്രത്യേകത അതാണ്, എനർജിയും മാറ്ററും അവിടെ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നില്ല. ഓക്കെ, അപ്പൊ ക്ലിയർ ആണല്ലോ. അപ്പൊ ഓപ്പൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എനർജി മാറ്റർ രണ്ടും എസ്കേപ്പ് ചെയ്യുന്ന തരത്തിലുള്ള സിസ്റ്റംസിനെയാണ് ഓപ്പൺ സിസ്റ്റം എന്ന് പറയുന്നത്. ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേന് എനർജി എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്, മാറ്റർ എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള സിസ്റ്റംസിനെയാണ് ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ആൻഡ് ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേന് എനർജിയും മാറ്ററും എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള സിസ്റ്റംസിനെയാണ് നമ്മൾ ഐസൊലേറ്റഡ് സിസ്റ്റംസ് എന്ന് പറയുന്നത്. ഓക്കെ ആണേ? ഇനി അടുത്തത് ഹോമോജീനിയസ് ആൻഡ് ഹെട്രോജീനിയസ് സിസ്റ്റം എന്താണെന്നുള്ളത് നോക്കാം. When a system is uniform throughout, it is called homogeneous system. In other words, a homogeneous system is the one which consists of only one phase, and a phase is defined as homogeneous, physically distinct and mechanically separable portion of a system. ഇനി അടുത്ത കാറ്റഗറി ഓഫ് സിസ്റ്റം ആണ് ഹോമോജീനിയസ് ആൻഡ് ഹെട്രോജീനിയസ് സിസ്റ്റം. ഹോമോജീനിയസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സിസ്റ്റത്തിനകത്ത് ഒറ്റ ഫേസേ ഉള്ളൂ. ഓക്കെ, ഫേസ് എന്താണ്? ഫേസ് എന്താണെന്ന് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സ് പറഞ്ഞ സമയത്ത് പറഞ്ഞല്ലേ, നമുക്ക് ഫിസിക്കലി ഡിസ്റ്റിങ്വിഷബിൾ ആയിട്ടുള്ള ഒരു ഡിസ്റ്റിങ്ക്റ്റ് ബൗണ്ടറീസ് വെച്ചിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ആളുകളെയാണ്, അല്ലെങ്കിൽ പറ്റുന്ന ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഒരു ഫേസ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഒരു സിംഗിൾ ഫേസ് മാത്രമേ ഒരു സിസ്റ്റത്തിലുള്ളൂ എങ്കിൽ അങ്ങനെയുള്ള സിസ്റ്റത്തിനെയാണ് നമ്മൾ ഹോമോജീനിയസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, സിസ്റ്റം വിച്ച് കൺസിസ്റ്റിംഗ് ഓഫ് ഓൺലി സിംഗിൾ ഫേസ്, അങ്ങനെയുള്ള സിസ്റ്റത്തിനെയാണ് നമ്മൾ ഹോമോജീനിയസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തായിരിക്കും ഹെട്രോജീനിയസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ? ഒന്നിലധികം ഫേസസ് ഉള്ള സിസ്റ്റംസിനെയാണ് നമ്മൾ ഹെട്രോജീനിയസ് സിസ്റ്റംസ് എന്ന് പറയുന്നത്. ഓർ ഇൻ അതർ വേർഡ്സ്, ഹെട്രോജീനിയസ് സിസ്റ്റം ഈസ് ദ വൺ വിച്ച് ഈസ് നോട്ട് യൂണിഫോം ത്രൂ ഔട്ട്. ഹോമോജീനിയസ് സിസ്റ്റത്തിനകത്ത് സിംഗിൾ ഫേസേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ അത് യൂണിഫോം ആയിരിക്കും ത്രൂ ഔട്ട്. പക്ഷെ ഹെട്രോജീനിയസ് സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ ഒന്നിലധികം ഫേസസ് ഉണ്ട്, സോ ഇറ്റ് ഈസ് നോട്ട് യൂണിഫോം ത്രൂ ഔട്ട്. Okay, so ice water system which consisting of two phases, that is ice water, and ice water water vapor system consisting of three phases are example for heterogeneous system. ഞാനിപ്പം ഒരു ഗ്ലാസ് എടുത്തു, ഗ്ലാസ്സിൽ ഞാൻ വെള്ളം എടുത്തു. ഓക്കെ, വെള്ളം മാത്രം എടുത്തു. അത് ഹോമോജീനിയസ് സിസ്റ്റമാണ്, സിംഗിൾ ഫേസ് മാത്രമേ ഉള്ളൂ അല്ലേ? ഇനി ഞാൻ ഒരു ഗ്ലാസ് എടുത്തു, ഗ്ലാസ്സിൽ ഞാൻ വെള്ളം ഒഴിച്ചു, ഐസും ഇട്ടു. ഓക്കെ, അതെന്തിൻ്റെ എക്സാമ്പിളാണ്? ഹെട്രോജീനിയസ് സിസ്റ്റമായി. കാരണം വെള്ളം ഒരു ഫേസ് ആണ്, വെള്ളം വൺ ഫേസ് ആണ്, ഐസ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ഫേസ് ആണ്, ഒന്നിലധികം ഫേസസ് ഉണ്ട്. അപ്പോൾ അത് ഹെട്രോജീനിയസ് സിസ്റ്റമായി. ഇനി ഞാൻ വാട്ടറും ഐസും വാട്ടർ വേപ്പറും കൂടി ഇക്വിലിബ്രിയത്തിൽ എടുത്ത ഒരു സിസ്റ്റം കൺസിഡർ ചെയ്തു. അവിടെയും എന്താണ്? ആ മൂന്ന് ഡിസ്റ്റിങ്ക്റ്റ് ഫേസസ് ഉണ്ട് അവിടെ. വാട്ടർ, വാട്ടർ വേപ്പർ, എന്താണ് ഐസ്, അല്ലെങ്കിൽ സോൾഡ്, ലിക്വിഡ്, ഗ്യാസ്, മൂന്ന് ഡിഫറെൻറ്റ് ഫേസസ് ഉണ്ട് അവിടെ അല്ലേ? അപ്പോൾ അതും നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും? ഹെട്രോജീനിയസ് സിസ്റ്റംസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ സിസ്റ്റംസിനെ ഫസ്റ്റ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം ആൻഡ് ഐസൊലേറ്റഡ് സിസ്റ്റം എന്നാണ്. അത് കൂടാണ്ട് ഹോമോജീനിയസ് സിസ്റ്റം എന്നും ഹെട്രോജീനിയസ് സിസ്റ്റം എന്നും നമ്മൾ സിസ്റ്റത്തിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഈ ടേംസ് എല്ലാം പറയുന്നത് വെച്ചാൽ ഇനി അങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ടേംസേ പറയുള്ളൂ. അപ്പോൾ ഇൻ കേസ് ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആദ്യമേ ക്ലാരിഫൈ ചെയ്ത് പോകുന്നതിന് വേണ്ടിയിട്ടാണ് സിമ്പിൾ ആയിട്ടുള്ള നമ്മൾ കൊച്ചു ക്ലാസ്സുകളിൽ പഠിക്കുന്ന ആ ടേംസ് തൊട്ടിട്ടേ പറഞ്ഞു പോകുന്നത് കേട്ടോ. ഇനി
ഇപ്പം ഡിഗ്രി ലെവലിലുള്ള പരീക്ഷകളായിക്കോട്ടെ PG ലെവലിലുള്ള പരീക്ഷകളായിക്കോട്ടെ മിക്ക പരീക്ഷകൾക്കും തെർമോഡൈനാമിക്സിൽ നിന്നും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഐഡന്റിഫൈ ദ എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി ഫ്രം ദി ഫോളോയിങ് അല്ലെങ്കിൽ ഐഡന്റിഫൈ ദ ഇന്റൻസീവ് പ്രോപ്പർട്ടി ഫ്രം ദി ഫോളോയിങ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട്. അത് ഡിഗ്രി ലെവൽ എക്സാമിനായിക്കോട്ടെ PG ലെവൽ എക്സാമിനായിക്കോട്ടെ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളതാണ് എക്സ്റ്റൻസീവ് അല്ലെങ്കിൽ ഇന്റൻസീവ് പ്രോപ്പർട്ടി ഐഡന്റിഫൈ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുള്ള ചോദ്യം. അപ്പോൾ എന്താണ് ഈ എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി ആൻഡ് ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി വിച്ച് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ദ പ്രോപ്പർട്ടി വിച്ച് ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, അതിനെയാണ് നമ്മൾ ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി? ദ പ്രോപ്പർട്ടീസ് വിച്ച് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, അതിനെയാണ് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? വിച്ച് ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദി എമൗണ്ട് ഓഫ് എ സബ്സ്റ്റൻസ്, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത പ്രോപ്പർട്ടീസിനെയാണ് ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ആൻഡ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന തരത്തിലുള്ള പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾസും കൂടെ നോക്കി വെച്ചേക്ക്. എക്സാമ്പിൾസ് ആണ് ഇമ്പോർട്ടന്റ്. ഇന്റൻസീവ് പ്രോപ്പർട്ടീസിന്റെ കൂട്ടത്തിൽ, അതായത് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത പ്രോപ്പർട്ടീസിന്റെ എക്സാമ്പിൾ ആണ് പ്രഷർ, ടെമ്പറേച്ചർ, ഡെൻസിറ്റി, കോൺസെൻട്രേഷൻ, വിസ്കോസിറ്റി, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, സർഫസ് ടെൻഷൻ, സ്പെസിഫിക് ഹീറ്റ് എക്സെട്ര. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് എക്സാമ്പിൾസ് നോട്ട് ചെയ്ത് വെച്ചേക്കുക. കേൾക്കുമ്പോൾ നമുക്ക് അറിയാം, എളുപ്പമാണ്, ഓർത്തിരിക്കും എന്ന് വിചാരിക്കും. പക്ഷേ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വരുമ്പോൾ ഓപ്ഷൻസ് കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും കേട്ടോ. അപ്പോൾ അത് കൃത്യമായിട്ടും നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. എക്സാമ്പിൾസ് പ്രഷർ, ടെമ്പറേച്ചർ, ഡെൻസിറ്റി, കോൺസെൻട്രേഷൻ, വിസ്കോസിറ്റി, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, സർഫസ് ടെൻഷൻ, സ്പെസിഫിക് ഹീറ്റ്. ഇത് ഇത്രയും ഇന്റൻസീവ് പ്രോപ്പർട്ടീസിന്റെ എക്സാമ്പിൾ ആണ്. ആൻഡ് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടീസിന്റെ എക്സാമ്പിൾ നോക്കിക്കേ. മാസ്, വോളിയം, എനർജി, ഹീറ്റ് കപ്പാസിറ്റി, ഇന്റേണൽ എനർജി, എൻതാൽപ്പി, എൻട്രോപ്പി, വർക്ക് ഫംഗ്ഷൻ, ഫ്രീ എനർജി. നമ്മുടെ തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് എല്ലാം എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. പിന്നെ തിരിഞ്ഞു പോകാൻ സാധ്യതയുള്ള ഒന്ന് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. പക്ഷേ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇന്റൻസീവ് പ്രോപ്പർട്ടിയാണ്. അത് തിരിഞ്ഞു പോകാൻ സാധ്യതയുള്ളതാണ്. ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ സാധാരണ വരുന്നതുമാണ്. അത് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണേ. ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത് ഇന്റൻസീവ് പ്രോപ്പർട്ടിയാണ്. ഓക്കെ, പിന്നെ മാസ്, വോളിയം എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ. പക്ഷെ ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ബൈ വോളിയം അല്ലേ. അപ്പൊ മാസും വോളിയം എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ മാസ് ബൈ വോളിയം എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി ആവേണ്ടേ അല്ലേ, ഡെൻസിറ്റിയും എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി ആവേണ്ടേ അല്ലേ. പക്ഷെ ഡെൻസിറ്റി ആക്ച്വലി ഇന്റൻസീവ് പ്രോപ്പർട്ടീസിന്റെ കൂട്ടത്തിലാണ് വരുന്നത്. എന്തുകൊണ്ടാണ്? എപ്പോഴും രണ്ട് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടീസിന്റെ ഡിവിഷൻ എന്ന് പറയുന്നത് ഇന്റൻസീവ് പ്രോപ്പർട്ടി ആയിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് മാസും വോളിയവും എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി ആയിട്ടും ഡെൻസിറ്റി ഇന്റൻസീവ് പ്രോപ്പർട്ടി ആയിട്ട് റിമൈൻ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയുള്ള ആളുകൾ സ്പെസിഫിക് ഹീറ്റ്, ഹീറ്റ് കപ്പാസിറ്റി, ഡെൻസിറ്റി ഇതൊക്കെ തിരിഞ്ഞു പോകാൻ സാധ്യതയുള്ളതാണ്. അതെല്ലാം പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. അടുത്തത് സ്റ്റേറ്റ് വേരിയബിൾസ് ഓർ തെർമോഡൈനാമിക് വേരിയബിൾസ്. എന്താണ് സ്റ്റേറ്റ് വേരിയബിൾസ് അല്ലാന്നുണ്ടെങ്കിൽ തെർമോഡൈനാമിക് വേരിയബിൾസ് നോക്കാം. The properties whose values determine the state of a system are called its state variables. അതായത് പ്രോപ്പർട്ടീസ് വിച്ച് ഡിറ്റർമൈൻ ദ സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം. ഒരു സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റിനെ ഡിഫൈൻ ചെയ്യുന്ന പ്രോപ്പർട്ടീസ്, അങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് അത് എത്ര എണ്ണം ഉണ്ടോ ഏതൊക്കെയാണ് അവരെയാണ് നമ്മൾ സ്റ്റേറ്റ് വേരിയബിൾസ് എന്ന് പറയുന്നത് കേട്ടോ. പ്രോപ്പർട്ടീസ് ഹൂസ് വാല്യൂസ് ഡിറ്റർമൈൻ ദി സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം. ഒരു സിസ്റ്റത്തിന്റെ സ്റ്റേറ്റിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന പ്രോപ്പർട്ടീസ് അതിനെയാണ് നമ്മൾ സ്റ്റേറ്റ് വേരിയബിൾസ് എന്ന് പറയുന്നത്. ഓർ എ സ്റ്റേറ്റ് വേരിയബിൾ ഡിസ്ക്രൈബ് the state of a system at time t but it does not reveal how the system was put into that state. അപ്പം സ്റ്റേറ്റ് വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അവർ ഒരു പെർട്ടിക്കുലർ ടൈം ടിയിൽ ആ സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് എന്താണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. പക്ഷേ ആ സിസ്റ്റം എങ്ങനെ ആ സ്റ്റേറ്റിൽ എത്തിച്ചേർന്നു അല്ലെങ്കിൽ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും സ്റ്റേറ്റ് വേരിയബിൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഒരു പെർട്ടിക്കുലർ ടൈം ടിയിൽ what is the state of a system അത് മാത്രമാണ് ജസ്റ്റ് സ്റ്റേറ്റ് വേരിയബിൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ. പ്രഷർ, ടെമ്പറേച്ചർ, വോളിയം, കോമ്പോസിഷൻ ഒക്കെ സ്റ്റേറ്റ് വേരിയബിൾസിന്റെ എക്സാമ്പിൾസ് ആണ്. നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇനി സ്റ്റേറ്റ് ഫങ്ഷൻസും പാത്ത് ഫങ്ഷൻസും നമ്മുടെ എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടീസ് ആൻഡ് ഇന്റൻസീവ് പ്രോപ്പർട്ടീസ് പോലെ തന്നെ
ഐഡന്റിഫൈ ദ സ്റ്റേറ്റ് ഫംഗ്ഷൻ അല്ലെങ്കിൽ പാത്ത് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടും സാധാരണ ക്വസ്റ്റ്യൻസ് എക്സാമ്പിൾ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ എന്താണ് സ്റ്റേറ്റ് ഫംഗ്ഷൻസും പാത്ത് ഫംഗ്ഷൻസും? പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ വിച്ച് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദി ഇനിഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം. ഒരു സിസ്റ്റത്തിന്റെ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ എങ്കിൽ അതിനെ സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് വിളിക്കും. പാത്ത് ഫംഗ്ഷൻ ആകുമ്പോഴോ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റിനെ മാത്രമല്ല, അത് ഏത് പാത്തിലൂടെയാണ് ഇനിഷ്യൽ സ്റ്റേറ്റിൽ നിന്നും ഫൈനൽ സ്റ്റേറ്റിൽ എത്തിയത് ആ പാത്തിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്യുന്നുവെങ്കിൽ അതിനെയാണ് നമ്മൾ പാത്ത് ഫംഗ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ സ്റ്റേറ്റ് ഫംഗ്ഷൻ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റുകളെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നു. പാത്ത് ഫംഗ്ഷൻ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റിനെ മാത്രമല്ല, അത് ഏത് പാത്തിലൂടെയാണ് ഇനിഷ്യൽ സ്റ്റേറ്റിൽ നിന്നും ഫൈനൽ സ്റ്റേറ്റിൽ എത്തിയത് ആ പാത്തിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്യുന്നതിനെയാണ് പാത്ത് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പം എ എന്ന് പറയുന്നത് നമ്മുടെ ഇനിഷ്യൽ സ്റ്റേറ്റ് ആണ്, ബി എന്ന് പറയുന്നത് ഫൈനൽ സ്റ്റേറ്റ് ആണ്. അപ്പൊ എക്ക് വേണമെങ്കിൽ ഡയറക്ട്ലി ബി ആയിട്ട് മാറായിരിക്കും, വേണമെന്നുണ്ടെങ്കിൽ എക്ക് സി ആയിട്ട് ആദ്യം കൺവേർട്ട് ചെയ്തിട്ട് പിന്നെ ബിയിലേക്ക് വരായിരിക്കും. ഓക്കെ, അപ്പൊ അത് ഏത് പാത്തിലൂടെയാണ് എയിൽ നിന്നും ബിയിലേക്ക് എത്തിയത് എന്നും കൂടി കൺസിഡർ ചെയ്യുന്നതാണ് പാത്ത് ഫംഗ്ഷൻ. ഓക്കെ, പക്ഷെ എനെയും ബിനെയും മാത്രം, അത് ഏത് വഴിയിലൂടെ വന്നോ എന്തോ അതൊന്നും കാര്യമല്ല, ജസ്റ്റ് എയും ബിയും ഇനിഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും എയും ബിയും മാത്രമാണ് എന്ന് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സ്റ്റേറ്റ് ഫംഗ്ഷൻസ് ആയിട്ടാണ് പൊതുവെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇനി സ്റ്റേറ്റ് ഫംഗ്ഷൻസിന്റെ എക്സാമ്പിൾസ് നോട്ട് ചെയ്ത് വെച്ചേക്കാം. പ്രഷർ, ടെമ്പറേച്ചർ, വോളിയം, കോമ്പോസിഷനും ഒക്കെ സ്റ്റേറ്റ് ഫംഗ്ഷൻസിന്റെ എക്സാമ്പിൾ ആണ്. അതായത് ഇനിഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റത്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, പക്ഷെ ഹീറ്റും എനർജിയും ഒക്കെ പാത്ത് ഫംഗ്ഷൻസിന്റെ എക്സാമ്പിൾ ആണ്. അതായത് അത് ഇനിഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റിനെ മാത്രമല്ല, അതേത് പാത്ത് വേയിലൂടെയാണ് ഇനിഷ്യൽ സ്റ്റേറ്റിൽ നിന്നും ഫൈനൽ സ്റ്റേറ്റിലേക്ക് എത്തിയത് അതിനെയും കൂടെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, the differentials of the state functions are called exact differentials and the differentials of the path functions are called inexact differentials. ഇത് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ അകത്ത് വരാവുന്ന പോയിന്റ് ആണ്. സ്റ്റേറ്റ് ഫംഗ്ഷൻസിന്റെ ഡിഫറൻഷ്യൽസിനെ നമ്മൾ എക്സാക്ട് ഡിഫറൻഷ്യൽസ് എന്നും പാത്ത് ഫംഗ്ഷൻസിന്റെ ഡിഫറൻഷ്യൽസിനെ നമ്മൾ ഇൻഎക്സാക്ട് ഡിഫറൻഷ്യൽസ് എന്നുമാണ് പറയുന്നത് കേട്ടോ. സ്റ്റേറ്റ് ഫംഗ്ഷൻസിന്റെ ഡിഫറൻഷ്യൽസിനെ നമ്മൾ എക്സാക്ട് ഡിഫറൻഷ്യൽസ് എന്നും പാത്ത് ഫംഗ്ഷൻസിന്റെ ഡിഫറൻഷ്യൽസിനെ നമ്മൾ ഇൻഎക്സാക്ട് ഡിഫറൻഷ്യൽസ് എന്നുമാണ് പറയുന്നത്. എക്സാക്ട് ഡിഫറൻഷ്യൽസ് ക്യാൻ ബി ഇന്റഗ്രേറ്റഡ് ബിറ്റ്വീൻ അപ്രോപ്രിയേറ്റ് ലിമിറ്റ് ആൻഡ് ദ ഡിഫറൻഷ്യൽ ഓഫ് ദി ഇന്റേണൽ എനർജി ഈസ് ആൻ എക്സാക്ട് ഡിഫറൻഷ്യൽ ആൻഡ് ഇൻഎക്സാക്ട് ഡിഫറൻഷ്യൽസ് കനോട്ട് ബി ഡിഫറൻഷിയേറ്റഡ് between the appropriate limits and the differential of the heat is an inexact differential. എന്നിട്ട് എക്സാമ്പിൾ പറഞ്ഞേക്കാണ്. എക്സാക്ട് ഡിഫറൻഷ്യലും ഇൻഎക്സാക്ട് ഡിഫറൻഷ്യലും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? എക്സാക്ട് ഡിഫറൻഷ്യൽസ് എന്ന് പറഞ്ഞാൽ ഇന്റഗ്രബിൾ ആണ്, അതായത് ഒരു പെർട്ടിക്കുലർ ലിമിറ്റിൽ അവരെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇൻഎക്സാക്ട് ഡിഫറൻഷ്യൽസ് എന്ന് പറഞ്ഞാൽ അവരെ ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല, ഒരു പെർട്ടിക്കുലർ ലിമിറ്റിൽ നമുക്ക് അവരെ ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അങ്ങനെയുള്ളവരെയാണ് ഇൻഎക്സാക്ട് ഡിഫറൻഷ്യൽസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇന്റേണൽ എനർജീനെ നമുക്ക് ഈസിലി ഡിഫറൻഷിയേറ്റ് ചെയ്യും, ഒരു പെർട്ടിക്കുലർ ലിമിറ്റിൽ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. സോ അവരെ നമുക്ക് എക്സാക്ട് ഡിഫറൻഷ്യൽ എന്ന് പറയാം. അതേസമയം ഹീറ്റിനെ നമുക്ക് ഒരു പെർട്ടിക്കുലർ ലിമിറ്റിൽ നമുക്ക് ഈസിലി ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവരെ നമുക്ക് ഇൻഎക്സാക്ട് ഡിഫറൻഷ്യൽ എന്ന് പറയാം. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. നമ്മൾ മെയിനായിട്ട് ഇന്റൻസീവ് പ്രോപ്പർട്ടി, എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിയുടെ എക്സാമ്പിൾസ് കൃത്യമായിട്ട് നോക്കി വെച്ചേക്കുക. എക്സാക്ട് ആൻഡ് ഇൻഎക്സാക്ട് ഡിഫറൻഷ്യൽസിന്റെ സ്റ്റേറ്റ് ഫംഗ്ഷൻസ് ആൻഡ് പാത്ത് ഫംഗ്ഷൻസിന്റെ എക്സാമ്പിൾസും കൃത്യമായിട്ട് നോക്കി വെച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം ആണ് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ തൽക്കാലം ഇവിടെ വരെ നിൽക്കട്ടെ. ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. വലിയ കാര്യമായിട്ടുള്ള ഒന്നുമില്ല, ബേസിക് ആയിട്ട് +2 നമ്മൾ തെർമോഡൈനാമിക്സ് പഠിച്ചു തുടങ്ങുമ്പോൾ ഉള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പം ജസ്റ്റ് ടേംസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് റിവൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം അത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക. അടുത്ത ക്ലാസ് തൊട്ടിട്ട് നമ്മൾ മെയിൻ ആയിട്ടുള്ള പോർഷൻസ് ഡിസ്കസ് ചെയ്ത് തുടങ്ങുകയാണ്. അപ്പോൾ ഇതുവരെയുള്ള പോയിന്റ്സ് എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കിയ ശേഷം മാത്രം അടുത്ത ക്ലാസ് കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.